ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീട്ടമ്മമാർക്ക് എല്ലാം തന്നെ ഉപയോഗപ്രദമാകുന്ന 7 ടിപ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ കഴിക്കാനായിട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ് കോറ, റാഗി അല്ലെങ്കിൽ പുല്ല് എന്നൊക്കെ പറയും. പല സ്ഥലങ്ങളിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചിലരൊക്കെ പൊടിച്ച് വെച്ചതിന് ശേഷം ആ പൊടി കുറുക്കിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ അരച്ചിട്ട് അങ്ങനെ എടുത്തിട്ടും കൊടുക്കാറുണ്ട്. പൊടിയല്ലാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ അരച്ചിട്ട് ഫ്രഷായിട്ട് കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം നമ്മൾ വെള്ളത്തിലിടാൻ മറന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ഇത് അരച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനുള്ളൊരു ടിപ്പാണ് പറയുന്നത്. നമ്മളിപ്പോൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇതേപോലെ ഈ റാഗിയിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക. ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. കാരണം നമ്മൾ തിളച്ച വെള്ളത്തിന് പകരം വെറുതെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അരച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ബട്ടറും ചീസും ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെയുള്ള ഗ്രേറ്ററുകൾ യൂസ് ചെയ്യാറുണ്ട്. ഗ്രേറ്ററിൽ നമ്മൾ ബട്ടർ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പോലെ ഇതിൽ പറ്റിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. നല്ല പോലെ തന്നെ ഇതിലിങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഗ്രേറ്ററിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ വെച്ചിട്ട് ഈ ബട്ടർ ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഗ്രേറ്റ് ചെയ്യുന്ന അത്ര പറ്റിപ്പിടിക്കില്ല. നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒന്നുകൂടെ എളുപ്പമായിരിക്കും. വേസ്റ്റ് ബിന്നിൽ നമ്മൾ കവറൊക്കെ ഇട്ടിട്ട് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലും ചില സമയങ്ങളിൽ ഈ കവറിൽ ചെറിയ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വേസ്റ്റ് ബിന്നിലേക്ക് നിറയെ വേസ്റ്റ് വെള്ളമാവാറുണ്ട്. അതേപോലെ തന്നെ നല്ല സ്മെല്ലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. നമ്മൾ വേസ്റ്റ് ബിന്നിലേക്ക് കവർ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ മടക്കിയിട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ കവർ വെച്ച് കൊടുക്കുന്നത് പോലെ വെച്ചിട്ട് അതിലേക്ക് വേസ്റ്റ് ഇടാം. ഇനി ഈ കവറിന് ചെറുതായിട്ടൊരു ഹോളൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ലീക്കേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ന്യൂസ് പേപ്പർ ആ വെള്ളമൊക്കെ വലിച്ചെടുത്തോളും. അതേപോലെ തന്നെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഈ ബേക്കിംഗ് സോഡയും സഹായിക്കും. അപ്പോൾ ഈ പേപ്പർ നമ്മൾ ഓരോ ദിവസം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പേപ്പർ നനഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് കവർ മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറുകൾ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. അതായത് നമ്മൾ ആ സ്ക്രബ്ബർ തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാനായിട്ട് വെച്ചിട്ടുള്ള സ്ക്രബ്ബറാണിത്. ഈ സ്ക്രബ്ബർ ഞാൻ നല്ലോണം വാഷ് ചെയ്തിട്ട് ഉണക്കിയെടുത്തതാണ്. അപ്പോൾ ഈ സ്ക്രബ്ബറിനെ കൊണ്ടുള്ള ഒരു ഉപയോഗമാണ് പറയുന്നത്. ഈ സ്ക്രബ്ബർ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടേബിൾ ഫാനൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ജനലിൻ്റെ കമ്പികളും അതേപോലെ ഇങ്ങനെ സ്ലൈഡിങ് ഡോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇങ്ങനെ സ്ക്രബ്ബർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് കഴുകിയിട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ പഴയ സ്ക്രബ്ബറുകൾ കളയേണ്ട, അത് നമുക്ക് ഇതേപോലെ റീയൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെയുള്ള നെറ്റുകൾ കിട്ടാറുണ്ട്. ഈ നെറ്റിൻ്റെ ഒരു ഉപയോഗമാണ് പറയുന്നത്. ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സാധാരണ ചകിരിയോ അല്ലെങ്കിൽ നമുക്ക് മരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന രാമച്ചോ ഒക്കെ യൂസ് ചെയ്തിട്ട് സ്ക്രബ്ബർ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കുറച്ച് രാമച്ച എടുത്തിട്ട് ഇതേപോലെ ഉള്ളൊരു നെറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിങ്ങനെ ചുറ്റിയെടുത്തിട്ട് 2-3 ലെയർ നെറ്റ് വരുന്ന രീതിയിൽ വേണം നമ്മളിത് കവർ ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ നമ്മുടെ നെറ്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് 2-3 ലെയർ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് ഒരു അടിപൊളി സ്ക്രബ്ബർ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ചകിരി യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. രാമച്ചൊക്കെ മരുന്ന് കടയിൽ നിന്ന് ഇതേപോലെ ലൂസായിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രബ്ബർ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് എല്ലാവരും തന്നെ കരിഞ്ജീരകം ഉപയോഗിക്കാറുണ്ട്. സാധാരണയായിട്ട് എല്ലാവരും തന്നെ ചെയ്യാറുള്ളത് കരിഞ്ജീരകം വാങ്ങിച്ചിട്ട് സാധാരണ ജീരക വെള്ളമൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടൊക്കെ കുടിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ഇത് കരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. കരിഞ്ജീരകം നല്ലപോലെ വാഷ് ചെയ്ത് ഉണക്കിയെടുത്തതിന് ശേഷം പൊടിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതിന് പകരം ഇതേപോലെ ഒരു 1/4 സ്പൂണ് കരിഞ്ജീരകത്തിൻ്റെ പൊടി ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിക്കാവുന്നതാണ്. നമ്മൾ ജീരകം തിളപ്പിച്ച് കുടിക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. വെറും വയറ്റിലൊക്കെ കുടിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് ജീരകപ്പൊടി എടുത്തിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടാവുള്ളൂ.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ ഈ ഭാഗം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, നല്ല പോലെ തന്നെ പൊട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഇതിൽ നിന്നും ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നല്ല പോലെ ക്ലോസ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ സൂപ്പർ ഗ്ലൂ ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വിട്ടു പോരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ സ്ട്രോങ് ആയിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ആദ്യം സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ പുറം ഭാഗത്ത് കുറച്ചുകൂടെ സൂപ്പർ ഗ്ലൂ ആക്കിയിട്ട് അതിന് മുകളിലൂടെ നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ചുകൂടെ സൂപ്പർ ഗ്ലൂ ആക്കിയിട്ട് വീണ്ടും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇപ്പോൾ ഇത് നല്ല പോലെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു അടയാളം ഉണ്ടെന്നേ ഉള്ളൂ. നല്ല പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ വേറെ കുറേ സാധനങ്ങൾ ഇതേപോലെ ഒട്ടിച്ചിട്ട് നല്ല പോലെ തന്നെ ഇരുന്നിട്ടുണ്ട്. കുട്ടികളുടെ ടോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്